ഹായ് എല്ലാവർക്കും ന്യൂമിസ്മാറ്റിക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് 475ാമത് ബർത്ത് ആനിവേഴ്സറിയോട് അനുബന്ധിച്ച് മഹാറാണ പ്രതാപ് അദ്ദേഹത്തിൻ്റെ ഒരു 10 രൂപ ബൈമെറ്റൽ നാണയം ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു നാണയത്തിൻ്റെ വാല്യൂം ഡീറ്റെയിൽസുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് ആ ഒരു 10 രൂപ നാണയം ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നതാണ് ഈ ഒരു നാണയമാണ് 10 രൂപ ബൈമെറ്റൽ മഹാറാണ പ്രതാപ് അദ്ദേഹത്തിൻ്റെ 475ാമത് ബർത്ത് ആനിവേഴ്സറിയോട് അനുബന്ധിച്ച് ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയ 2015 ബൈമെറ്റൽ നാണയം. അപ്പോൾ ഈ ഒരു നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസ് തന്നെ വരുന്നുണ്ട്. നമുക്ക് നാണയത്തിൻ്റെ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു നാണയം നമ്മുടെ റിപ്പബ്ലിക് ഇന്ത്യയിലെ 10 രൂപ ബൈമെറ്റൽ നാണയമാണ്. സർക്കുലേഷൻ കൊമമോട്ടീവ് നാണയമാണ്. 2015 ഇന്ത്യ ഗവൺമെൻറ് ഈ ഒരു നാണയം പുറത്തിറക്കിയിരിക്കുന്ന വർഷം. ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ വരുന്നത് 10 രൂപയാണ്. ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്ന 2 മെറ്റൽസ് ചേർത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് നമുക്ക് സെൻറ്റർ ഒരു മെറ്റലും ഔട്ട് സൈഡ് ഒരു മെറ്റലുമാണ് വരുന്നത്. അങ്ങനെ 2 മെറ്റൽസ് ചേർത്താണ് ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ സെൻറ്റർ വരുന്നത് കോപ്പർ നിക്കൽ എന്നുള്ള മെറ്റലും ഔട്ട് സൈഡ് ഈ ഒരു റിങ് അലുമിനിയം ബ്രോൺസ് എന്നുള്ളൊരു മെറ്റൽ ഉപയോഗിച്ചാണ് ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു നാണയത്തിൻ്റെ വെയിറ്റ് വരുന്നത് 7.71 ഗ്രാമാണ്. ഈ ഒരു നാണയത്തിൻ്റെ സൈസ് വരുന്നത് 27 mm ആണ്. ഈ ഒരു നാണയത്തിൻ്റെ ഷേപ്പ് വരുന്ന റൗണ്ട് ആയിട്ടുള്ളൊരു ഷേപ്പാണ്. ഈ ഒരു നാണയത്തിൻ്റെ എഡ്ജ് വരുന്നത് പ്ലെയിൻ ആയിട്ടുള്ളൊരു എഡ്ജാണ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് എഡ്ജാണ് ഈ ഒരു നാണയത്തിന് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം പുറകുവശം വരുന്ന ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു 10 രൂപ നാണയത്തിൻ്റെ മുൻവശം ഈ ഒരു ഭാഗമാണ്. നാണയത്തിൻ്റെ മുൻവശം നമുക്ക് സെൻറ്ററായിട്ട് തന്നെ അശോസ്തംഭം കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ ഒരു ഭാഗത്തായിട്ട്. അതിന് താഴെയിട്ട് സത്യമേവ ജയതേ എന്നുള്ള ഹിന്ദി ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു നാണയത്തിൽ സത്യമേവ ജയതേ അത്യാവശ്യം മാഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ്. നമുക്ക് വേറൊരു നാണയം ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം ഈ ഒരു ഭാഗമാണ്. നാണയത്തിൻ്റെ മുൻവശം നമുക്ക് സെൻറ്ററായിട്ട് തന്നെ അശോസ്തംഭം കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെയിട്ട് സത്യമേവ ജയതേ എന്നുള്ള ഹിന്ദി ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെയിട്ട് റുപ്പീസ് സിമ്പലും ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ 10 രൂപയാണ്. അപ്പോൾ 10 എന്നുള്ള അക്കവും കൊടുത്തിട്ടുണ്ടായിരിക്കും. ലെഫ്റ്റ് സൈഡ് ഭാരത് എന്നുള്ള ഹിന്ദി ലെറ്ററും റൈറ്റ് സൈഡ് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം വരുന്ന ഡീറ്റെയിൽസ്. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ പുറകുവശം ഒന്ന് പരിചയപ്പെടാം. ഈ ഒരു നാണയത്തിൻ്റെ പുറകുവശം ഈ ഒരു ഭാഗമാണ്. നാണയത്തിൻ്റെ പുറകുവശം നമുക്ക് സെൻറ്ററായിട്ട് തന്നെ മഹാറാണ പ്രതാപ് അദ്ദേഹത്തിൻ്റെ ഒരു പിക്ചർ ഇവിടെ സെൻറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഏറ്റവും താഴെയായിട്ട് 475ാമത് ബർത്ത് ആനിവേഴ്സറി ഓഫ് മഹാറാണ പ്രതാപ് എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് ഹിന്ദി ലെറ്റേഴ്സിനും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ പുറകുവശം എന്ന ഡീറ്റെയിൽസ്. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ മിൻറ്റ് മാർക്ക് ഡീറ്റെയിൽസിനെ കുറിച്ച് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു നാണയം മഹാറാണ പ്രതാപിൻ്റെ 475ാമത് ബർത്ത് ആനിവേഴ്സറിയോടനുബന്ധിച്ച് ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയ ഈ ഒരു 10 രൂപ നാണയം 2 സ്ഥലങ്ങളിൽ മാത്രമാണ് മിൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു മിൻറ്റ് മാർക്ക് നമുക്ക് ഹൈദരാബാദ് മിൻറ്റ് മാർക്കാണ് വരുന്നത്. നമുക്കിവിടെ ഒരു സ്റ്റാർ മിൻറ്റ് മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. ഇനിയുള്ളത് ബോംബെ മിൻറ്റ് മാർക്കിൽ മിൻറ്റ് ചെയ്യുന്ന നാണയമാണ്. അപ്പോൾ ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്ന നാണയത്തിലെല്ലാം ഒട്ടുമിക്ക നാണയങ്ങളും ഹൈദരാബാദ് മിൻറ്റ് മാർക്കിൽ മിൻറ്റ് ചെയ്യുന്ന നാണയമാണ്. അപ്പോൾ ബോംബെ മിൻറ്റ് മാർക്കാണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ഡയമണ്ട് ഷേപ്പിലുള്ള മിൻറ്റ് മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ 2 സ്ഥലങ്ങളിൽ മാത്രമാണ് ഈ ഒരു നാണയം മിൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നാണയത്തിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ നോക്കി നോക്കാം. അപ്പോൾ മഹാറാണ പ്രതാപ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു 10 രൂപ ബൈമെറ്റൽ നാണയത്തിൽ ഹൈദരാബാദ് മിൻറ്റ് മാർക്കിൽ മിൻറ്റ് ചെയ്യുന്ന നാണയം സ്കാർസ് കാറ്റഗറി ഒരു നാണയമാണ്. ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ഏകദേശം ഒരു 75 രൂപ മുതൽ നല്ലൊരു UNC കണ്ടീഷൻ നാണയത്തിന് ഏകദേശം 150 രൂപ വരെ മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട്. അപ്പോൾ ഹൈദരാബാദ് മിൻറ്റ് മാർക്കിൽ മിൻറ്റ് ചെയ്യുന്ന നാണയം സ്കാർസ് കാറ്റഗറി നാണയമാണ്. ഇനി ബോംബെ മിൻറ്റ് മാർക്കിൽ മിൻറ്റ് ചെയ്യുന്ന നാണയം നമ്മുടെ കൈവശമുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ ഏകദേശം 30 രൂപ മുതൽ നല്ലൊരു UNC കണ്ടീഷൻ നാണയത്തിന് 40 രൂപ 50 രൂപ വരെയാണ് ലഭിക്കുന്ന മാർക്കറ്റ് വാല്യൂ. അപ്പോൾ നിങ്ങളുടെ കൈവശമെല്ലാം ഈ ഒരു നാണയമുണ്ടോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇരിക്കുന്ന നാണയം ഏത് മിൻറ്റ് മാർക്കിൽ മിൻറ്റ് ചെയ്യുന്ന നാണയമാണെന്ന് നോക്കി നോക്കുക. ഹൈദരാബാദ് മിൻറ്റ് മാർക്കാണെങ്കിൽ സ്കാർസ് കാറ്റഗറി നാണയമാണ്. നമുക്കിവിടെ ഒരു സ്റ്റാർ മിൻറ്റ് മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഹൈദരാബാദ് മിൻറ്റ് മാർക്കിൽ മിൻറ്റ് ചെയ്യുന്ന നാണയമാണ്. അപ്പോൾ ഹൈദരാബാദ് മിൻറ്റ് മാർക്കിൽ മിൻറ്റ് ചെയ്യുന്ന നാണയത്തിന് അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിൽ ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ്. ബോംബെ മിൻറ്റ് മാർക്കിൽ മിൻറ്റ് ചെയ്യുന്ന നാണയത്തിനും അത്യാവശ്യം നല്ലൊരു മാർക്കറ്റ് വാല്യൂ ഉണ്ടെങ്കിൽ പോലും ഏകദേശം 30 രൂപ മുതൽ 50 രൂപ വരെയാണ് മാർക്കറ്റ് വാല്യൂ വരുന്നത്. അപ്പോൾ ഹൈദരാബാദ് മിൻറ്റ് മാർക്കിൽ മിൻറ്റ് ചെയ്യുന്ന നാണയം 150 രൂപ വരെ നമുക്ക് പ്രൈസ് ലഭിക്കണമെങ്കിൽ നാണയം നല്ലൊരു കണ്ടീഷൻ ആയിരിക്കണം. അപ്പോൾ എൻ്റെ കൈവശിരിക്കുന്ന നാണയം അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്തൊരു കണ്ടീഷൻ ആണെങ്കിലും നമുക്കിതിന് മാക്സിമം ലഭിക്കാവുന്ന പ്രൈസ് ഏകദേശം ഒരു 50 രൂപ മുതൽ 70 രൂപ വരെയൊക്കെയാണ്. അപ്പോൾ നിങ്ങളുടെ കൈവശം ഈ ഒരു നാണയം ഉണ്ടെങ്കിൽ, അതായത് മഹാറാണ പ്രതാപിൻ്റെ ഈ ഒരു 10 രൂപ നാണയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.